ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഞാനിന്ന് പറയുന്നത്. ഇതാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ് കേട്ടോ. അപ്പം ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ ഇതുപോലെ പൊങ്ങി ഇങ്ങനെ ഒരു ഐസ്ബർഗ് പോലെയൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറയപ്പെടുന്നത് കേട്ടോ. കടൽ കടന്നാണ് ഇതെത്തിയത്. ഇത് ഫ്രഞ്ച് ഒരു ഐറ്റമാണ്, ഡെസർട്ടാണ്. അപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന ഫ്രഞ്ചുകാരാണല്ലോ, അപ്പോൾ അവരുടെ ഒരു ഡിഷായിരുന്നു. അപ്പം അത് വലിയ വലിയ പാർട്ടികളിൽ വലിയ പണക്കാരുടെ വീട്ടിലാണ് ഇത് വിളമ്പിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് സാധാരണക്കാരിൽ നമുക്ക് ഒരു മുട്ടയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരൊറ്റ മുട്ടയുടെ ആവശ്യമുള്ളൂ. ഈ ഒരു സൈസിലുള്ള ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിത് നല്ല കസ്റ്റർഡാണ്, വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ അരക്കപ്പിന് കുറച്ചാണ് ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പും ഫുള്ളായിട്ട് എടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പാൽപ്പൊടിയൊക്കെ കൂട്ടിയെടുക്കും തോറും സ്വാദും കൂടും കേട്ടോ. പിന്നെ ഞാനിപ്പം ഏകദേശം 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി വേണ്ടത് വാനില എസൻസ് ആണ്. ഇനി നമുക്ക് 2 ബൗൾ എടുത്ത് വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനാണ്. എഗ് യോക്കും വൈറ്റുമായിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പതിയെ ഇതൊന്നിങ്ങനെ എടുത്തിട്ട് ആ ഷെല്ലിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കുമ്പോൾ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഈ ഒരു കണക്കിന് ഇതാണ് എളുപ്പമായിട്ട് വരുന്നത് കേട്ടോ. ഇല്ല സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒരു ഭാഗത്തുമാക്കി മറ്റൊന്നിൽ എഗ് യോക്കും വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വൈറ്റിൽ ഒരു തുള്ളി മഞ്ഞ ഒന്നും പെടരുത് കേട്ടോ. പിന്നെ ഈ മഞ്ഞയിലേക്ക് നമുക്ക് ഇത്തിരി വാനില എസൻസും പിന്നെ അരക്കപ്പോളം വരുന്ന പഞ്ചസാരയും ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു വിസ്ക് മാത്രം മതി കേട്ടോ, അല്ലാതെ ബീറ്ററൊന്നും ഇതിന് വേണ്ടി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് അലിയത്തക്ക രീതിയിൽ ഒന്ന് വിസ്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറും പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പാൽപ്പൊടിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കാം കേട്ടോ. നമ്മളിത് ചേർക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും അലിയില്ല, കാരണം വെച്ചാൽ ഒന്നാൽ തണുത്ത പാല്, പിന്നെ ഈ പാൽപ്പൊടിയൊന്നും പെട്ടെന്നൊന്നും അലിയില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കണക്കിനാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും കംപ്ലീറ്റ് ആയിട്ടൊന്നും അലിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് പാനിലോട്ട് ഇതിനൊന്ന് മാറ്റാം. സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് പാനിലോട്ട് നമുക്ക് ഇതിനൊന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതിനെ ഒന്ന് തീ കുറച്ച് വെച്ച്, കസ്റ്റർഡ് പൗഡറൊക്കെയാണ് പെട്ടെന്ന് അങ്ങ് കുറുകി പിടിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് അല്ല വേണ്ടത്, ഇത്തിരി ലൂസി കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കണക്കിന് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിവിടെ പതിയെ ഇരുന്ന് ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ, അതും പിന്നെ കുറച്ച് വാനില എസൻസ്, മുട്ടയുടെ മണം കാണും, അതുകൊണ്ട് വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ പാത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ മുട്ടയുടെ മഞ്ഞ ഇതിൽ ശകലവും വരാൻ പാടില്ല. അപ്പം ഇതിൽ ഗ്രാനുൾസാണ് ഞാനിപ്പോൾ ചേർത്തത്, അതുകൊണ്ടാണ് ഉടനെ തന്നെ ചേർത്തത് കേട്ടോ. ഈ നമ്മൾ പഞ്ചസാര കൂടെ അപ്പം തന്നെ ചേർത്തത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നല്ല സ്പീഡിലിട്ട് നല്ല ഒരു ഏകദേശം ഇത് നല്ല ഒരു പീക്ക് ആയിട്ട് വരും, ഇങ്ങനെ സ്റ്റിഫായിട്ട് വരും. അതായത് നമ്മൾ ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യില്ലേ, ആ ഒരു കണക്കിലോട്ട് ഇത് എത്തുന്നവരെ നമ്മൾ നന്നായിട്ടത് ബീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ 5 ഇട്ടാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ബൗളൊന്ന് കറക്കി തന്നെ ചെയ്യണം. അപ്പോൾ ഈ പഞ്ചസാര എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പഞ്ചസാര പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടി ചേർത്താൽ മതി. അതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ അതും വേണ്ടി വരും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കണക്കിൽ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പാല് ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, കസ്റ്റർഡ് പൗഡർ ചേർത്തുകൊണ്ട് കുറുകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പതഞ്ഞത്, അത് നമ്മളിത് ഓരോ സ്പൂണായിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറുകാൻ പാടില്ല കേട്ടോ, ഈ പാല് കുറുകാൻ പാടില്ല. ഈ ഒരു കണക്കിന് തന്നെ അത് നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇത് ഇനി തിരിച്ച് മറിച്ചിട്ടൊന്ന് ശകലം ഒന്ന് വേകണം കേട്ടോ. 2 മിനിറ്റൊക്കെ മതി കേട്ടോ. അതുപോലെ ഈ പാല് ലോ ഫ്ലെയിമിലേ ഇരിക്കാവൂ. 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേ അതുപോലെ ഇങ്ങനെ കുത്തി ചെയ്യരുത്. നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് കറക്കി വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊന്ന് ഇട്ടിട്ട് ഇതിൻ്റെ ഞാൻ ശകല ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്.
അല്ലാതെ ഇങ്ങനെ ഈ ഒരു കണക്കിന് ഇങ്ങനെ പതിയെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ കടന്ന് ഇങ്ങനെ തുള്ളുന്നുണ്ടോ, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സംഭവം കേട്ടോ. ഇതാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതാ വെള്ളത്തോടെ തന്നെ നമുക്ക് നല്ല ചൂടോടെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആക്കുമ്പോൾ കണ്ടില്ല, അതിങ്ങനെ മീതെ ഒരു ഐസ് ബർഗ് പോലെ ഇങ്ങനെ അത് ആവുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നട്ട്സ് ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിസ്തയും നമ്മുടെ കാഷ്നട്ടാണ്. അത് രണ്ടും ഈ ഒരു സൈസിൽ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇടാം. കടിക്കാനൊക്കെ കുറച്ച് ഇതായിരിക്കും. പിന്നെ ഇത്തിരി ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയുടെ ചേർക്കുന്നുണ്ട്. അത് മിക്സഡ് ആണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞു, നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറയുന്ന നമ്മുടെ പുഡിങ്. നമ്മൾ എത്ര മിനിറ്റ് എടുത്ത് പാകപ്പാട് ചെയ്യാനായിട്ട് നമ്മൾ ആ പാലൊന്ന് അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇത് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. വൈറ്റ് ബീറ്റ് ചെയ്താൽ മതി. അത് അങ്ങനെ പറയാൻ വിട്ടുപോയി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എയറൊക്കെ പോയിട്ട് അത് താഴ്ന്നിരിക്കും. അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ഐലൻഡ് കേട്ടോ. ഇതിൽ മീതെ കുറച്ചും കൂടി ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് ഞാനിപ്പം അത് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ വൈകിട്ടാണ് എടുത്തേട്ടാ. എന്നിട്ട് പോലും ഇതിങ്ങനെ രാവിലെ ഒരു 10 മണിക്കൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ ഒരു 3 മണിയായപ്പോൾ എടുത്തതാണ്. എന്നിട്ട് പോലും അത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള കൺസിസ്റ്റൻസി. കാരണം എന്ന് വെച്ചാൽ അത് കുറുകിപ്പോയാൽ ഈ ഒരു ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഈ വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. 1 ടേബിൾ സ്പൂണിനപ്പുറം കസ്റ്റാർഡ് പൗഡർ എടുക്കുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ ഈ മുട്ട ചെയ്യുമ്പോഴത്തേക്ക് ഉണക്ക പാത്രം തന്നെ നമ്മൾ എടുക്കണം, ആ എഗ്ഗ് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇത് ചൂടോടല്ല കഴിക്കേണ്ടത്, ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ചെയ്യേണ്ടത്. ഇത് കഴിക്കേണ്ട രീതിയുണ്ട്. ഒരു ബൗളിൽ നമ്മൾ ഇതുപോലെ കുറച്ചൊന്ന് എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെയാണ് എടുക്കേണ്ടത്. അതായത് ആ പൊങ്ങിക്കിടക്കുന്ന സാധനവും പിന്നെ അതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പം ഇത് ഈ നമ്മൾ വായിലിടുമ്പോൾ തന്നെ ഇത് വെണ്ണ പോലെ അലിഞ്ഞങ്ങ് ഇറങ്ങി പോവുകയാണ് ചെയ്യണം കേട്ടോ. കാണിച്ച് നമ്മൾ മുട്ടയൊക്കെ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ വേവിച്ചെടുത്തത്. അത് ഈ ഇതിൽ കിടന്ന് നല്ല സോക്കായി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മധുരമാണ് നമുക്ക് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ മധുരമൊക്കെ ഇത് കറക്റ്റാണ് കേട്ടോ. ഞാൻ അപ്പം 1/2 കപ്പ് പഞ്ചസാര പറഞ്ഞിരുന്നു. 1/2 കപ്പല്ല, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കറക്റ്റ് പെർഫെക്റ്റാണ്. ഇത് കൂടുതൽ മധുരം നിങ്ങൾ ചേർത്താൽ നമുക്ക് മത്ത് പിടിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഈ മധുരം തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. കറക്റ്റാണ് കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇത് നേപ്പാളിൽ ഫ്ലോട്ടിംഗ് ഐസ്ബർഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡെസേർട്ട് ഉണ്ട്. അതും ഇത് തന്നെയാണ്. ഏകദേശം രണ്ടും ഒരേ പാറ്റേൺ തന്നെയാണ്. അപ്പം അവർ ആ രീതിയിലാണ് അത് ഫ്ലോട്ടിംഗ് ഐസ്ബർഗ് എന്ന് പറഞ്ഞിട്ടാണ് അവരത് ഡെസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിൽ ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്നുള്ള പേരിലാണ് നമ്മളിവിടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തണുപ്പിച്ച് കഴിക്കേണ്ട ഒരു അടിപൊളി വിഭവം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരു ബർത്ത്ഡേ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ, ഒറ്റ ഒരു മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. വേറെ ഇതിൽ പാല് പഞ്ചസാര എല്ലാം വീട്ടിൽ നമ്മുടെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ എന്നൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.